ഈ ഹൗസ് വാമിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ വീടുകൾ നമ്മുടെ ഇതെല്ലാം നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു വാനിറ്റിയിലേക്ക് പലപ്പോഴും ആയിപ്പോവും. നമ്മളിങ്ങനെ ഒരു സ്വാഭാവികമായ പ്രശ്നമാണ്. അപ്പോൾ ഓരോ സമയത്തും ഇതിനിങ്ങനെ പുതുക്കിക്കൊണ്ടുവരിക എന്നുള്ളത് പ്രധാനമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു സാധനം വെച്ചത് എന്തിനാണ്? ഇപ്പോൾ ആൾക്കാരൊക്കെ ഇത് കണ്ടിട്ട് ഒരു മേനി പറയട്ടെ, ആൾക്കാർ നേരത്തെ സദ്യയെക്കുറിച്ച് പറഞ്ഞ പോലെ നാട്ടിൽ ആർക്കും ഇല്ലാത്തൊരു ജനൽ വെക്കണം, അങ്ങനെ ഒരു മേനിയെക്കുറിച്ചാണ് പലപ്പോഴും വിചാരിക്കരുത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഷെറിയ അലി കുഞ്ഞു ഉസ്താദിനെ കുറിച്ച് IPB ഇറക്കിയ പൊന്നു ഷെറിയ ഉസ്താദ് എന്ന പുസ്തകം എല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകം കൂടിയാണ്. തീർച്ചയായിട്ടും. ആ പുസ്തകത്തിനകത്ത് ഇങ്ങനെ പൂച്ചയെക്കുറിച്ച് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞല്ലോ, പൂച്ചയെ കൊണ്ടൊക്കെ രക്ഷപ്പെടുന്നവരെ കുറിച്ച്. അപ്പോൾ ഉസ്താദിൻ്റെ വീടിൻ്റെ കൂടൽ കഴിഞ്ഞ് ആദ്യ സമയത്ത് തന്നെ ജനലിനകത്തൂടെ പൂച്ച ചാടി. ഉസ്താദിന് പൂച്ചയോടാണ് ഭയങ്കര മഹബത്തുമാണ്. പൂച്ച ചാടിയിട്ട് പകുതി പുറത്തും പകുതി അകത്തുമായി പോയി എന്നാണ് പറയുന്നത്. ഈ തല പുറത്തും ഉടലകത്തുമായിട്ട് പൂച്ച കരയാണ്. അപ്പോൾ വീട് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടുള്ളൂ, എന്ത് ചെയ്യും? ആൾക്കാരെല്ലാം വേണ്ടി ഉസ്താദ് കൂടി വന്ന് നോക്കിയപ്പോൾ പൂച്ച ഇങ്ങനെ കുടുങ്ങി വെക്കുകയാണ്. വീടാണെങ്കിൽ പുതിയ വീടാണ്, തിളക്കം മാറിയിട്ടില്ല. അപ്പോൾ ഉസ്താദിന് അങ്ങനത്തെ ആലോചനയില്ല, വേഗം കമ്പിപ്പാര എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ജനലകത്തിയിട്ട് പൂച്ച അങ്ങോട്ട് രക്ഷപ്പെടുത്തി. അപ്പോൾ അവിടെ വീടതോടുകൂടെ അലങ്കോലമായി. ആ ഭാഗത്തെ ചുമരും ആ ജനലും എല്ലാം പുതിയ വീടാണ്. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം വീടിൻ്റെ ഈ ഷോ അല്ല പ്രധാനം, പൂച്ചയുടെ ജീവിതമാണ്. എന്നിട്ട് ഉസ്താദ് പറയുമായിരുന്നു എന്നാണ് ഉസ്താദിൻ്റെ ശിഷ്യന പുസ്തകത്തിൽ പറയുന്നത്. ഉസ്താദ് പലപ്പോഴും ദുആ ആയിട്ട് ഇങ്ങനെ പറയായിരുന്നു, പടച്ചോനെ ഈ എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് അമലൊന്നുമില്ല, ഞാനൊരു പൂച്ചനെ രക്ഷപ്പെടുത്തിക്ക്, അതുകൊണ്ട് നീ എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറയായിരുന്നു.